ഗോപാൽ ചേരുന്നുണ്ട്. വലിയ പ്രതിഷേധം മന്ത്രിയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഗോപാല്, യൂത്ത് കോൺഗ്രസ് മാത്രമാണ്, നാട്ടുകാരും പ്രതിഷേധത്തിനെത്തിയിട്ടുണ്ടോ? ധന്യ, യൂത്ത് കോൺഗ്രസ് മാത്രമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നടത്തുന്നത്. മന്ത്രിയുടെ വസതി, ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വസതിയിലേക്കാണ് ഇപ്പോൾ ഈ മാർച്ച് യൂത്ത് കോൺഗ്രസ് അസംബ്ലി കമ്മിറ്റി ആണ് നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചുമായി എത്തിയ പ്രവർത്തകർ സർക്കാരിനെതിരെ നാണം കെടുത്തുന്ന തരത്തിലേക്കുള്ളൊരു സമര രീതിയാണ് ഇവിടെ മുന്നോട്ട് വെച്ചത് എന്ന് പറയേണ്ടതായിരിക്കുന്നു. കാരണം ആ ബക്കറ്റുകളും ആ കുടങ്ങളുമായിട്ടാണ് ഈ പ്രവർത്തകർ മന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയത്. ഇവർ ബാരിക്കേഡുകൾ മറികടക്കാനും ബാരിക്കേഡിനപ്പുറത്തേക്ക് കടക്കാനും ശ്രമിച്ചതോടുകൂടി തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ ഇവർ കൊണ്ടുവന്ന ബക്കറ്റുകളിലും കുടങ്ങളിലും വെള്ളം ശേഖരിച്ച് ഈ പോലീസിന് നേരെ തന്നെ തിരിച്ചു വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. അതോടുകൂടി തന്നെ വേഗത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നത് പോലീസ് അവസാനിപ്പിച്ചു. വീണ്ടും രണ്ടാമത് ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു നീക്കം, അതായത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ വന്നതോടെ ജലപീരങ്കി പ്രയോഗിക്കാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു. എന്നാൽ അപ്പോൾ ജലപീരങ്കിക്ക് നേരെ കൂവുകയും നേരത്തെ അവർ ചെയ്തതുപോലെ ആ ബക്കറ്റുകളും കുടങ്ങളുമായി ഈ സമരത്തിന് നേരെ വരികയും ചെയ്തതോടുകൂടി തന്നെ ആ ജലപീരങ്കി വീണ്ടും പ്രയോഗിക്കാനുള്ളൊരു നീക്കം പോലീസ് അവസാനിപ്പിച്ചു. തുടർന്ന് ഇവിടെ പ്രവർത്തകർ ഇപ്പോൾ സമരം അവസാനിപ്പിച്ച് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ജലവിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ തരത്തിലേക്കുള്ള സമരങ്ങളിലേക്ക് കടക്കും എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടാണ് വട്ടിയൂർക്കാവ് അസംബ്ലി കമ്മിറ്റിയാണ് ഈ സമരം നടത്തിയത്. പിന്നീട് ജില്ലാ കമ്മിറ്റി അടക്കം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് സജീവമായൊരു സമരം ഇവിടെ ഉണ്ടാകും എന്ന പ്രഖ്യാപനം കൂടി നടത്തിയതിനു ശേഷമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. ഗോപാലിലേക്ക് വരാം. അവിടെ വലിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടന്നിരിക്കുകയാണ്. മന്ത്രിയുടെ വസതിയിലേക്ക് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ്. വിതരണം മുടങ്ങിയിട്ട് 4 ദിവസമാവുന്നു. ഇപ്പോഴും പലയിടങ്ങളിലും കുടിവെള്ളം എത്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത്യാവശ്യം വെള്ളം പോലും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.